കോൺഗ്രസിനെതിരായ വിമർശനം ആവർത്തിച്ച് പത്മജ വേണുഗോപാൽ തനിക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കി. തന്റെ തോൽവിക്ക് കാരണക്കാരനായ നേതാവിനെ മണ്ഡലം ഭാരവാഹിയായി നിയമിച്ചു. താൻ KPCCയിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നും പത്മജ പറഞ്ഞു. കെ മുരളീധരനെതിരെയും പത്മജ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. താഴെത്തട്ടിലെ ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം KPCയിൽ പരാതി കൊടുത്തു. അതെല്ലാം അവർ അവഗണിച്ചു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റുമാരുടെ ഇത് വന്നപ്പോൾ ഞാൻ വെക്കരുത്, ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാമത് എൻ്റെ ആരും വെക്കണ്ട, രണ്ടാമതൊരാളുടെ പേര് തരൂ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു, എൻ്റെ വീട്ടിന് തൊട്ടടുത്ത്. എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാക്കി. ഞാൻ 3 കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ്റെ പേരിൽ സ്മാരകം പണിത് തരാം 1 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ വീണ്ടും ഒരു പ്രത്യാശയിൽ ഞാനിതിൽ ഉറച്ചു നിന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല. തിരുവനന്തപുരത്തെത്തിയ പത്മജയ്ക്ക് വൻ സ്വീകരണമാണ് BJP നേതാക്കളും പ്രവർത്തകരും നൽകിയത്. ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. സുനിഷ അയ്യല്ലൂർ, പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അതിന് ഒരു സാക്ഷ്യം വഹിക്കുന്ന ദൃശ്യങ്ങളാണോ ഇന്ന് പത്മജ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ കണ്ട സ്വീകരണത്തിലും നമുക്ക് ദൃശ്യമായത്? പിന്നീട് പത്മജ പറഞ്ഞ വാചകങ്ങൾ കൂടി കൂട്ടിവെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനെതിരെ പ്രചാരണം നയിക്കാൻ പത്മജയെ ഇറക്കാൻ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സുജയ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഇന്ന് പത്മജയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കണ്ടത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും V മുരളീധരൻ അടക്കമുള്ളവർ വിമാനത്താവളത്തിലെത്തി പത്മജയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം, ഈ ഷോൾ അണിയിക്കുന്നതും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ മുതൽ കാണുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പത്മജയ്ക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നു. അതിന് കൃത്യമായി തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിക്കൊണ്ട് BJP മറുപടി കൊടുക്കുന്നു എന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ. അതേ രീതിയിൽ തന്നെയായിരുന്നു പത്മജ ആദ്യം തന്നെ ഈ പത്രസമ്മേളനത്തിലൂടെ മറുപടി കൊടുക്കുന്നതും. പൂർണ്ണമായും കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രൂക്ഷ വിമർശനം ആവർത്തിച്ചുകൊണ്ടുള്ള ഒരു മറുപടി തന്നെയായിരുന്നു പത്മജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയിൽ നിന്നും താൻ അവഗണന നേരിട്ടു, അതിന്റെ ഭാഗമായി തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു. മോദി പ്രഭാവം, മോദി ഉണ്ടാക്കിയ ഒരു സ്വാധീനം, അത് തന്നെയാണ് തന്നെ BJPയിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ നേതൃനിരയെ തന്നെയാണ് പറയുന്നത്. കാരണം കോൺഗ്രസിന് ശക്തനായ ഒരു നേതാവ് ഇല്ല, ആരോടും പരാതി പറയാൻ പറ്റിയ ഒരു നേതാവില്ല എന്നതാണ്. പരാതി പറയാനായി എത്തിയാലും ഈ നേതാക്കന്മാർക്കൊക്കെ തന്നെയും നേരമില്ല എന്ന കാര്യം തന്നെയാണ് പത്മജ ചൂണ്ടി കാണിക്കുന്നത്. ഏതായാലും ഈ പറയുന്നത് പോലെ വ്യാപകമായ വിമർശനം ഉയരുന്നു. തന്റെ മണ്ഡലത്തിൽ പോലും തനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടില്ല. താൻ തോൽക്കാൻ പ്രവർത്തിച്ച നേതാക്കന്മാരെ പിന്നീട് മണ്ഡലം പ്രസിഡന്റായും അത്തരത്തിലുള്ള ചുമതലകൾ നൽകുകയാണ് ചെയ്തത്. തന്റെ പരാതി കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പത്മജ എടുത്തെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പറയുന്നത് പോലെ തന്റെ സഹോദരനായ കെ മുരളീധരനെതിരെയും വ്യാപകമായ വിമർശനം തന്നെയാണ്, രൂക്ഷമായ വിമർശനം തന്നെയാണ് പത്മജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ വർക്ക് ഫ്രം ഹോം പോലുള്ള പരാമർശങ്ങൾ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ ചേട്ടൻ പറയുന്നതിനെ താൻ കാര്യമാക്കുന്നില്ല. കാരണം ഓരോ പാർട്ടി മാറിപ്പോയ ഒരാളാണ് തന്റെ ചേട്ടൻ. ഇന്ന് പറയുന്നതായിരിക്കില്ല ചിലപ്പോൾ നാളെ പറയുക. അതുകൊണ്ട് അതിന് മറുപടി പറയാനില്ല. തന്റെ അനിയനായിരുന്നെങ്കിൽ തല്ലിയേനെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പറയുകയും ഉണ്ടായി. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു വിമർശനമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പിതൃത്വത്തെ ചൊല്ലി രാഹുൽ മാങ്കൂട്ടത്തിൽ ചില പരാമർശങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുമെന്നതാണ് തന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തന്റെ അമ്മയെ തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുമെന്ന് ആവർത്തിക്കുകയാണ്. രാഹുൽ TV-യിൽ ഇരുന്ന നേതാവായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് എന്നതൊക്കെ തന്നെയും എല്ലാവർക്കും അറിയാമെന്നതടക്കം പറയുന്നു. ഏതായാലും ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ കോൺഗ്രസിൽ നിന്നും പല നേതാക്കളും BJPയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നു. ഇതേ രീതിയിൽ തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ രാഷ്ട്രീയ പ്രചരണമായി ഏതായാലും പത്മജയെ കൂടി പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഇനി BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. സുജയ.